ഏകദേശം 3000 രൂപയോളം പ്രോഫിറ്റ് കാണിച്ചിട്ട് നിന്നാണ് ഈ ട്രേഡ് 700 രൂപയിൽ എക്സിറ്റ് ആയേണ്ടി വന്നത്. പക്ഷേ ഇത് എക്സിറ്റ് ആയില്ലായിരുന്നെങ്കിൽ ഏകദേശം 4000 രൂപയോളം നഷ്ടം വന്നേനെ. വെൽക്കം ടു ഡേ 3 ഓഫ് ബീയിങ് എ ഗുഡ് ട്രേഡർ. ഒരു നല്ല ട്രേഡർ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രാറ്റജി മാത്രം ഉണ്ടായാൽ പോരാ, പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് വേണം. ഇൻ ദ എൻഡ് വി ഹാവ് ടു പ്രൊട്ടക്ട് അവർ ക്യാപിറ്റൽ ബിക്കോസ് വി നീഡ് ക്യാപിറ്റൽ ടു ട്രേഡ്. അത് തന്നെയാണ് ഈ ട്രേഡിൽ സംഭവിച്ചത്. മാർക്കറ്റ് ഈസ് ഇൻ അപ് ട്രെൻഡ്. ലോങ്ങർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഫോം ചെയ്ത ട്രയാങ്കിൾ പാറ്റേണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കിയാൽ 920 EMA ക്രോസ് ഓവറും ഒരു പ്രോപ്പർ റിജക്ഷനും കാണാവുന്നതാണ്. ആ പ്രോപ്പർ റിജക്ഷൻ ലഭിച്ചത് പിന്നെ കൺഫർമേഷണൽ ക്യാൻഡലിലാണ് ഞാൻ ഷോർട്ട് എൻട്രി എടുത്തത്. ഓവറോൾ അപ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ട്രേഡ് എപ്പോൾ വേണമെങ്കിലും റിവേഴ്സ് ആകാം. അത് വെച്ച് തന്നെയാണ് റിസ്ക് എടുത്തതും. സോ കുറച്ച് മൂവ് ആയപ്പോൾ തന്നെ SL ഞാൻ കോസ്റ്റിലേക്ക് മാറ്റി. നല്ലൊരു ഡൗൺ സൈഡ് മൂവ് കിട്ടിയപ്പോൾ SL കുറച്ചുകൂടി ഞാൻ ട്രെയിൽ ചെയ്തു. ട്രെയിൽ ചെയ്യുന്ന സമയത്ത് ഏകദേശം 3000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ബട്ട് മാർക്കറ്റ് അവിടെ വെച്ച് റിവേഴ്സ് ആയി. അപ്പോൾ തന്നെ എൻ്റെ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഒന്ന് അടിക്കുകയായിരുന്നു. അപ്പോൾ അറൗണ്ട് ഏകദേശം 700 റുപ്പീസാണ് ഈ ട്രേഡിൽ പ്രോഫിറ്റ് ആക്കാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് ഈ ട്രേഡിൻ്റെ ലോജിക്കും ആൻഡ് ഡീറ്റെയിൽസും. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ട്രേഡ് റിലേറ്റഡ് കണ്ടന്റിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. താങ്ക് യു.